നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മലത്തിലൂടെ രക്തം പോകുന്നത് ശ്രദ്ധിച്ചോ? എന്തായിരിക്കാം അതിന്റെ കാരണം? മലത്തിലൂടെ രക്തം പോകുന്നതിന് പ്രധാന കാരണം പൈൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആനൽ ഫിഷർ ആയിരിക്കാം, ഫിസ്റ്റുള, അതേപോലെ വയറിനുള്ളിലുള്ള അണുബാധ, ഗാസ്ട്രൈറ്റിസ്, ഗാസ്ട്രിക് അൾസർ, കുടലിന്റെ അണുബാധ, ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ, ഈവൻ ക്യാൻസറിന്റെ കണ്ടീഷൻസിൽ വരെ നമുക്ക് മലത്തിലൂടെ രക്തം പോകാൻ ഇടയുണ്ട്. അതിൽ തന്നെ ഫ്രഷ് ബ്ലഡ് ആണ് പോകുന്നതെങ്കിൽ മിക്കവാറും മലദ്വാരത്തിന്റെയോ അല്ലെങ്കിൽ റെക്ടം ഭാഗത്തിന്റെയോ അപകടങ്ങളായിരിക്കാം. ഇനി നമുക്ക് മലത്തിലൂടെ ചേർന്ന് ഡാർക്ക് കളറായിട്ട് സ്ട്രീക്സ് പോലെയൊക്കെയാണ് പോകുന്നതെങ്കിൽ മിക്കവാറും അത് ഗാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ വയറിന്റെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചെറുകുടലിനെ ബന്ധപ്പെട്ടോ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ മലം പോകുന്നതിന്റെ സമയം വളരെ വ്യത്യസ്തമായി വരുന്ന ഒരവസ്ഥ, അതായത് ഒരു നേരം പോയിരുന്ന ആളുകൾ ഒരുപാട് പ്രാവശ്യം ദിവസത്തിൽ പോകുന്നു, അടിക്കടി ഡയറിയ പോലെ പോകുന്നു, ഇല്ലെങ്കിൽ ഒട്ടും പോകാതെ ഒരാഴ്ച വരെ നിൽക്കുന്നു. ഇത് ചിലപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ്, ഇങ്ങനെ തുടങ്ങി മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മുടെ സമയക്രമം മാറി മറിഞ്ഞു വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, വയറ്റിന്ന് അടിക്കടി പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ രാവിലെ ഒരുപാട് പ്രാവശ്യം പോവേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വീണ്ടും പോകേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ കൊണ്ട് ക്ഷീണം അല്ലെങ്കിൽ ശരീരത്തിന്റെ വെയിറ്റ് കുറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ബ്ലഡില് ഈ ഇടയ്ക്കിടയ്ക്ക് രക്തം പോകുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് HB കുറഞ്ഞു പോവുകയും പിന്നീട് അങ്ങോട്ട് ക്ഷീണം, തലകറക്കം അങ്ങനെ വരുന്ന ഒരവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ഡോക്ടറെ കണ്ട് എന്താണ് ഇതിന്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മലദ്വാരത്തിലൂടെ ചോര പോകുന്നത് അല്ലെങ്കിൽ മലത്തിലൂടെ ചോര പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. എന്നിട്ട് തുടർന്ന് ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്